So it's time, let's start. So good afternoon all, and we have been discussing the grammar, and we have been discussing parts of speech. There are, as you know, or as we discussed, there are 8 parts of speech. How many parts of speech are there? Yeah, there are 8 parts of speech. Noun, pronoun, adjective, verb, adverb, preposition, conjunction, and interjection. So far, we have studied. Okay, so that is just you may know anyhow. That's enough for now, and let's now go to the very important one, even more. Parts of which are important, but even more important than this. What is that? Tenses. Do you or have you heard about tenses? Tenses ne kurichu kettittundo? Yes. Yes. Yeah. Without tenses, we cannot think of a language. Language, whether be it in English or Malayalam or Hindi or whatever it is, whichever language it is. What is important? Tense is important. So here, how many tenses are there? Do you know how many tenses are there? 3. Yeah, it's 3. 3 tenses are there. Past, future, present. Present, good. Past, present, future. Yes, good. Past tense, present tense, future tense. Past tense, present tense, and future tense. So, when we say about this one, past, present, future. These are, when someone asks you a question, how many tenses are there? You have to say 3. How many tense forms are there? Then you have to say how many tense forms are there? Tenses are 3. Good. How many tense forms are there? Tense forms, how many are there? 12 are there. Okay. Tenses are 4. Sorry. Tenses are 3. Tense forms are 12. That means each tense is divided into 4. Or each tense has 4 divisions. 4 plus 4 plus 4. Present tense 4, future tense 4, past tense 4. All this 4 plus 4 plus 4 is equal to 12. Tenses are 3, tense forms are 12. Okay, tenses are 3, tense forms are 12. Got it all? If you say or if you study one tense and its forms, very easy then. What is that? Suppose if you study the first one, we take the present tense as the first one. Suppose, for example, ഈ ടെൻസുകളിൽ ഏറ്റവും ചെറിയ ടെൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡ്യൂറേഷൻ വെച്ച് ഏറ്റവും ചെറുത് ഏതായിരിക്കും? പറയാൻ പറ്റുമോ? Past ആണ്. പാസ്റ്റ് അല്ല. Future അല്ല. Present. പ്രസന്റ് തന്നെ. കാരണം എന്താണ്? വെരി സിമ്പിൾ. റീസൺ ഈസ് വെരി സിമ്പിൾ. പാസ്റ്റ് എന്ന് പറയുന്നത് ലോങ്. ഇപ്പൊ ജസ്റ്റ് ഒരു സെക്കൻഡ് മുമ്പ് സംഭവിച്ചതും പാസ്റ്റ് ആണ്. 1000 വർഷം മുമ്പ് സംഭവിച്ചതും 2000 വർഷം മുമ്പ് സംഭവിച്ചതും പാസ്റ്റ് ആണ്. അപ്പൊ ലോങ് ഡ്യൂറേഷൻ ഉണ്ട്. ഫ്യൂച്ചർ അതുപോലെ തന്നെ സെയിം. ഇറ്റ് ഈസ് ഓൾസോ സെയിം. ഒരു സെക്കൻഡ് കഴിഞ്ഞ് സംഭവിക്കാൻ ഇരിക്കുന്നതും ഫ്യൂച്ചർ, 1000 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ ഇരിക്കുന്നതും ഫ്യൂച്ചർ. പ്രസന്റ് എന്ന് പറയുന്നത് ഇപ്പൊ സംഭവിക്കുന്നത്. സോ വെരി ഷോർട്ട്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു അത്ര എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ആയി. ഒരു സെക്കൻഡ് കഴിഞ്ഞു വരാനിരിക്കുന്നതാണെങ്കിൽ അത് ഫ്യൂച്ചർ ആണ്. സോ ഇപ്പൊ സംഭവിക്കുന്നത് മാത്രമാണ്. സോ ദ ഷോർട്ടസ്റ്റ് ഈസ് ഇൻ ഡ്യൂറേഷൻ ഈസ് പ്രസന്റ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ സാധാരണ ഏറ്റവും കുറവ് സംസാരിക്കുന്ന മാസം ഏതാ? എന്ത് സാറേ? ഏറ്റവും കുറവ് സംസാരിക്കുന്ന മാസം ഏതാ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മാസം, മന്ത്. മാസം. ആ, സാധാരണ ഏറ്റവും കുറവ് സംസാരിക്കുന്നത് ഏതായിരിക്കും? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, അത് വെറുതെ ഒരു ഉച്ച സമയമല്ലേ, ഒന്ന് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ എന്ന് പറഞ്ഞതാണ്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ, ആളുകൾ ഏറ്റവും കുറവ് സംസാരിക്കുന്ന മാസം ഏത്? ഫെബ്രുവരി ആയിരിക്കും. ഫെബ്രുവരി ആയിരിക്കും. ആരാ പറഞ്ഞത്? ഇജാദ്. ആ, ഏതായാലും ശരിയാ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം റീസണും കൂടെ പറയാം. സാർ ഞാൻ പറയട്ടെ? ആ, പറഞ്ഞു. ആർക്കും പറയാം. അതിൽ 28 ദിവസമല്ലേ ഉള്ളൂ? അതെ, ഫെബ്രുവരിക്ക് 28 ദിവസമല്ലേ ഉള്ളൂ. കൂടി പോയ ഒരു ദിവസത്തോടെ കൂടും. അതിവർഷങ്ങൾ അല്ലെ ലീപ് ഇയറിൽ 29 ആകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറവ് സംസാരിക്കുന്നതല്ലേ, ബാക്കി 30 31 ഇല്ലേ? ഓക്കെ. അത് just for a time pass. Now we come back to our class. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ടെൻസ് ഇൻ ലെങ്ത് ഈസ് or duration is present tense. അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, എനിഹൗ നമുക്ക് പ്രസന്റ് ടെൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. We can divide present tense, or we can have 4 divisions for the present tense. Can you say which are the 4? Have you heard about the simple present tense? Yes. Yes. Simple present, present continuous, present perfect, and present perfect continuous. 4 are there. Present tense is divided into 4. Simple present, present continuous, present perfect, and present perfect continuous. Once again, simple present tense, present continuous tense, present perfect tense, and present perfect continuous tense. Okay, 4 are there. If that 4 are clear to you, the next 4 are easy for past tense. Very simple. Present അങ്ങ് മാറ്റിയാൽ മതി, ബാക്കി എന്നിട്ട് അതിന് പകരം past എന്ന് പറഞ്ഞാൽ മതി. Simple past, past continuous, past perfect, and past perfect continuous. Again, simple past, past continuous, past perfect, and past perfect continuous. Future also same. 4 are there. Just change that one to future. Simple future, future continuous, future perfect, future perfect continuous. Again, simple future, future continuous, future perfect, and future perfect continuous. So 12 are there. 4 plus 4 plus 4. Okay. So once again, how many tenses are there? 12. Okay, good. 3 tenses are there. How many tense forms are there? 12. Okay, that's good. Who can say all these 12 tense forms? Yeah, just a say. Try. If you get for one test, one tense, it's for easy for the others. Present ന്റെ പറയട്ടെ? Present. Simple present. Simple present. Present continuous. Present continuous. Present perfect. Present perfect. Present perfect continuous. Okay, present perfect continuous. Good. അങ്ങനെയാണെങ്കിൽ Juana, why don't you say for past? For past. Past. Past means what it means, right, sir? Okay, that's correct. It is already completed. What is that? Present tense is divided into 4. Simple present, present continuous, present perfect, and present perfect continuous. Now, what are the divisions of past tense? Past continuous. Past continuous.
Simple. Try. സാറ് ഫോംസ് അല്ലേ? Past present continuous. Past perfect continuous. Perfect. Past perfect continuous. Two are there. It's again two more. Don't know, sir. Okay, that's good. No problem. Try. And Adila, can you? No. Just. എനിക്കറിയില്ല ഇങ്ങനത്തെ ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല. Okay. ഇല്ല. അങ്ങനെയാണ് ജോയൽ റെജിനോട് പറയാൻ നോക്കിയേ. ഇല്ല. വേറെ ഇവിടെ കാണാം. അഫ്രാസ് യൂസഫ്, can you? കേൾക്കുന്നില്ലേ അഫ്രാസ്? Fast continuous. Past continuous. Past perfect. Past perfect. Past perfect continuous. Very good. Past perfect continuous and one more. That is very simple. Past simple. Simple or simple past. Okay, that's good. Mohammed Shanif, can you? No. Then again, I can't see anyone more here. Some names. Nijat, can you? Or Halima? Or Kevin? Simple future. Simple future, okay. Future continuous. Future continuous. Simple future continuous. Two are there already. Simple future continuous. Future continuous and simple, no, simple future and future continuous. Okay, two are correct. Next is future perfect continuous and another one future perfect. ആദ്യം എല്ലാം സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. സിമ്പിൾ എന്ന് ചേർത്താൽ ഒരെണ്ണം ആയില്ലേ. സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ് എല്ലാം സിമ്പിൾ ആണ്. നെക്സ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് മീൻസ് വാട്ട്? തുടർന്നു പോകുന്നത്, തുടർന്നുകൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് വൺ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ ഈ പെർഫെക്റ്റിനെയും കണ്ടിന്യൂസിനെയും കൂടെ ചേർക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വെരി സിമ്പിൾ. അത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് do you have a notebook with you? Yeah, just open your notebook. I want to say a few things. Just we don't write many now, but a few should be written. Everyone take your notebook. No, notebook in the sense not necessary English notebook, any rough also is enough. Later you can write into English notebook. Ready? Yeah. First one. Just ഞാൻ പറയുന്നത് എഴുതിയാൽ മതി വെറുതെ. ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ എഴുതിയോ? Ready? Okay. So you write the heading grammar. Spell grammar. Anyone? Tell the spelling of grammar. G-R-A-M-M. Adila say. G-R-A-M-M-A-R. Okay. G-R-A-M-M-A-R. G-R-A-M-M-A-R. Write everyone heading. G-R-A-M-M-A-R. Grammar. And down that you write another subheading.
First you write grammar heading and then down you write another subheading, that is tenses. 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 Tenses heading. Ready? Then that also you can underline and write what I say now. ഒരു ചെറിയൊരു explanation ആയിട്ട് എഴുതിയാൽ മതി. Tenses show, right? എഴുതിക്കോ. Tenses show, S-H-O-W, show. Tenses show time of an action. Time of an action. Tenses show time of an action. Full stop. There are, അടുത്ത sentence ആണ്, there are three tenses. There are three tenses. There are three tenses. Full stop. Next sentence. They are. T-H-E-Y. They are. ഏതൊക്കെ മൂന്നെണ്ണം? Present tense, past tense, future tense. ഓരോന്നും താഴേക്ക് എഴുതിക്കോ. Present tense. താഴെ past tense. താഴെ future tense. Present tense, past tense, future tense. There are, next sentence, one more sentence. One sentence for you. There are 12 tense forms. There are 12 tense forms. There are 12 tense forms. They are എന്ന് എഴുതിയിട്ട് താഴെ ഓരോന്നോരോന്നായിട്ട് എഴുതിക്കോ. ഞാൻ പറയാം ABCD എന്ന നമ്പറിൽ കൊടുത്താൽ മതി. എല്ലാം നമുക്ക് ആദ്യം ടെൻസ് വൈസിൽ വേണ്ട, നമുക്ക് ആ സിമ്പിൾ ഒന്ന് ആദ്യം എഴുതാം, എളുപ്പമില്ലേ? ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ സ്പെല്ലിംഗ് SIMPLE, സിമ്പിൾ പ്രസന്റ്. താഴെ B. Simple past. PAST. Simple past. Next, മൂന്നാമത്തത് simple future. Simple future. നാലാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസിന്റെ സ്പെല്ലിംഗ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ്. CONTINUOUS. Once again, CONTINUOUS.
TINUOUS. ഓയ്ക്ക് മുമ്പും ശേഷവും യു ഉണ്ട്. അതാ എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നത് കണ്ടിന്യൂസിന്റെ. ഓക്ക് മുമ്പും ശേഷവും യു ഉണ്ട്. Continuous. Second one, so second means fifth one. Past continuous. Past continuous. Past continuous. Next one, seventh one. Sixth one. Future continuous. Future continuous. Future. 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 Future continuous. In seventh, present perfect. Present perfect. PER. Perfect in the spelling PERFECT. 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 Present perfect. What is next? What is next? Future. Future. Okay. Past perfect. Past perfect. Right. Past perfect. Same spelling. See and write. Past perfect. And the next one, future perfect. And the order മാറിയാലും കുഴപ്പമൊന്നുമില്ല. Future perfect. So 9 are completed. 10th one. Present perfect continuous. അത് രണ്ടും കൂടെ പെർഫെക്റ്റും കണ്ടിന്യൂസും കൂടെ ഒരുമിച്ച്. Present perfect continuous. Present perfect continuous. ഈ ജീവ ജോർജിന് ഒരു അനക്കം കാണുന്നില്ല, അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നതാണ്. Present perfect continuous. Next, past perfect continuous. Past perfect continuous. Past perfect continuous. And the last 12th one, future perfect continuous. Future perfect continuous. Future perfect continuous. These are the 12 tense forms. എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഓരോ ടെൻസിനെയും 4 ആയിട്ട് തിരിച്ചിരിക്കുക. അത് നമ്മൾ ആ രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. സിമ്പിൾ 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 എന്ന് ആദ്യം, കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വേറെ. So this is what we have done so far, or what we have discussed so far. There seems some net problem. You are all stuck here. There was some net problem. That's why. And so it's time almost going to be completed. So no problem. Can you hear me? Yes. Okay. So that's good. And we will do one thing. In the next class,
we will have next week. I think you have examination. For the examination point of view, I already said you have to read the lessons very well. രണ്ട് പാഠമേ ഉള്ളൂ, രണ്ട് പാഠവും ശരിക്കും വായിക്കണം. ഓക്കെ, അതിനകത്തുനിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓപ്ഷൻസ് ഉണ്ടാകും എങ്കിലും അതിനകത്തുനിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഗ്രാമർ, ലെസൺ കഴിഞ്ഞിട്ടുള്ള ഗ്രാമറും അങ്ങനത്തെ മീനിങ്സ് അടക്കം ഉണ്ട്, അത് പഠിക്കണം. പിന്നെ ഇത് നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഗ്രാമർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അടുത്ത ഒഫീഷ്യൽ ക്ലാസ്സിന് ഒരു എക്സാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് ഇത് ഞാൻ ചോദിക്കും. എല്ലാവരും ഈ 12 ടെൻസ് ഫോംസ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, 12 ടെൻസ് ഫോംസ് വിത്ത് സ്പെല്ലിങ്സ്. അതിന്റെ സ്പെല്ലിംഗ് കൂടെ വേണം, കാരണം ഇംഗ്ലീഷിനെ സംബന്ധിച്ച് മാത്രമല്ല ഏത് ലാംഗ്വേജ് ആണെങ്കിലും സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുകൊണ്ട് അത് ശരിക്കും ഒന്ന് പഠിച്ചു വെക്കണം. അടുത്ത ആഴ്ച എക്സാം ആണെങ്കിലും നമുക്ക് സമയമുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കും. ഓക്കെ, സോ 12 ടെൻസ് ഫോംസ് എല്ലാവരും വളരെ കൃത്യമായിട്ട് പറയണം. അത്രയും മതി ഇന്ന്. സോ ലെറ്റ് us wind up the class and see you in the next class. Prepare well for exam again, I'm saying, and see you in the next class. Till then, take care and take your lunch and bye bye.